ദർശന പുണ്യമേകാൻ തയ്യാറായ രാംലല്ല വിഗ്രഹത്തിനു ചുറ്റും മഹാവിഷ്ണുവിന്റേതെന്ന് വിശ്വസിക്കുന്ന 10 അവതാരങ്ങളുടെ രൂപവും കൊത്തിയിട്ടുണ്ട്. ഗർഭഗൃഹത്തിൽ കിഴക്കോട്ട് അഭിമുഖമായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന ദിശ, പോസിറ്റീവ് എനർജി എന്നിവ കാരണമെന്നാണ് പറയപ്പെടുന്നത്. മൈസൂരിലെ ശില്പി അരുൺ യോഗിരാജ് കൊത്തിയെടുത്ത ശില്പമാണ് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് രഹസ്യ വോട്ടിലൂടെ തിരഞ്ഞെടുത്തത്. മുഖം വരുന്ന ഭാഗത്തിനു ചുറ്റുമായി ഓം, ചക്ര, ഗദ, സ്വസ്തിക്, ശംഖ് രൂപങ്ങൾ കൊത്തിയിട്ടുമുണ്ട്. ഇടതുഭാഗത്തായി വിഷ്ണുവിന്റെ അവതാരങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, വലതുഭാഗത്ത് പരശുരാമൻ, രാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി രൂപങ്ങൾ. 200 കിലോയുടെ അടുത്താണ് ശില്പത്തിന്റെ ഭാരം. പൊക്കം 51 ഇഞ്ച്, വീതി 3 അടി. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യ മധുരപുരിയാകും. ലോഡ് കണക്കിന് മധുരപലഹാരങ്ങളാണ് ഭക്തർ എത്തിക്കുന്നത്. തിരുപ്പതി ലഡു മുതൽ രാം ഹൽവ വരെ ഇന്നു മുതൽ ഭക്തർക്ക് വിതരണം ചെയ്യും. ഹൈദരാബാദിലെ ശ്രീറാം കേറ്ററിംഗ് സർവീസ് 1265 കിലോ ലഡു എത്തിച്ചു. വിശിഷ്ടാതിഥികൾക്കടക്കം വിതരണം ചെയ്യാൻ 45 ടൺ ലഡുവും തയ്യാറായി. തിരുപ്പതി ക്ഷേത്രം 1 ലക്ഷം ലഡുവാണ് 350 ബോക്സുകളാക്കി വിമാനത്തിൽ അയച്ചത്. ഉത്തർപ്രദേശ് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മാസ്തൻ സേവാ സൻഥൻ 200 കിലോ ലഡുവും എത്തിച്ചു. 1200 കിലോ ലഡുവാണ് ലക്നൌ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ പാചകക്കാർ നെയ്യിൽ തയ്യാറാക്കിയത്. ചടങ്ങ് വീക്ഷിക്കാൻ 6000-ഓളം വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചിട്ടുമുണ്ട്. VIP-കളെ ലക്നൌവിൽ നിന്ന് ക്ഷേത്രത്തിലെത്തിക്കാൻ ഗ്രീൻ കോറിഡോർ തുറന്നു. രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് നെടുനായകത്വം വഹിച്ച സമുന്നത BJP നേതാവ് LK അദ്വാനി ചടങ്ങിനെത്തുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. നടൻ രജനീകാന്ത്, ക്രിക്കറ്റ് താരം അനിൽ കുംബ്ലെ തുടങ്ങിയവർ ഇന്നലെ അയോധ്യയിലെത്തി. അമിതാഭ് ബച്ചൻ, അക്ഷയ് കുമാർ, രൺബീർ കപൂർ, ആലിയ ഭട്ട് തുടങ്ങിയ ബോളിവുഡ് താരങ്ങൾക്കും ക്ഷണമുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയ സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ അംഗമായിരുന്ന ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചടങ്ങിനെത്തില്ല. ബെഞ്ചിലെ അംഗമായിരുന്ന ജസ്റ്റിസ് അശോക് ഭൂഷൺ എത്തിയേക്കും. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും എത്തില്ല. മാതാ അമൃതാനന്ദമയി പങ്കെടുക്കുന്നില്ല. പകരം സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയാണ് എത്തുന്നത്. രാജ്യത്തെ 150-ൽ പരം ഗുരുപരമ്പരകളിലെ ആചാര്യന്മാർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് അനുഗ്രഹവുമായി എത്തും. ആദിവാസി, ഗിരിവാസി തുടങ്ങിയ ഗോത്രവർഗ പാരമ്പര്യത്തിൽ നിന്ന് 50-ൽ പരം പ്രതിനിധികളും പങ്കെടുക്കും. 55 രാജ്യങ്ങളിലെ 100-ൽ പരം പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.